ദൈവവചനത്തിന് അനുസരിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് വിവാഹം, ഒരുമയും പങ്കാളിത്തവും എന്നുള്ളതാണ്. അതിനനുസരിച്ച വേദഭാഗങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പാഠഭാഗമായി, ശ്ലീഹായായി, ഏവങ്കേലിയനായിട്ട് ഒക്കെ വായിച്ചു കേട്ടത്. നമ്മൾ ഒരുമിച്ചുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് ഏവങ്കേലിയനായിട്ട് വായിച്ചു കേട്ട വേദഭാഗം അത്രേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദഭാഗം. അതിന് അവൻ സൃഷ്ടിച്ചവനായി അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു വരുന്നു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചിരുന്നു. ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന ഉത്തരവ്. പ്രാർത്ഥന. കൂദാശകൾ 7 ഉണ്ട്. അതിൽ ഒരു കൂദാശയാണ് വിവാഹം എന്ന് പറയുന്ന കൂദാശ. ആ കൂദാശ എല്ലാ മനുഷ്യർക്കും ഒരുക്കിയിട്ടുള്ളതാണെങ്കിലും ചിലരൊക്കെ ഒറ്റയ്ക്ക് നിൽക്കത്തക്കവണ്ണമുള്ള ആത്മീയ ശിക്ഷണമുള്ളതുകൊണ്ട് ചിലരൊക്കെ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമാണ്. പണ്ട് സൈന്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു പാട്ട് പ്രകാരമുണ്ട്. അത് ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ എല്ലാം ഒരു രീതിയായി തീരുകയും ചെയ്തു. പാറി നടക്കും പക്ഷികളെല്ലാം വേലി കഴിക്കാറില്ല എന്നാണ് ആ പാട്ടിനകത്ത് പറയുന്നത്. പാറി നടക്കുന്ന പക്ഷികൾ വേലി കളിക്കാത്തതുകൊണ്ട്, കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഭൂമിയിലുള്ളവരും കല്യാണം കഴിക്കണമെന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കോഹാബിറ്റേഷൻ വർദ്ധിച്ചു വരികയാണ്. ഒരു കാലത്ത് ആണുങ്ങൾ മാത്രമാണ് താമസിച്ചുകൊണ്ടിരുന്നെങ്കിൽ, സ്ത്രീകൾ മാത്രമാണ് ഹോസ്റ്റലുകളിൽ താമസിച്ചുകൊണ്ടിരുന്നെങ്കിൽ, ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചാൽ എങ്ങനെ കുഴപ്പം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞ് നമ്മൾ വളരെയധികം ആവേശം കൂടുകയൊക്കെ ചെയ്യുന്നു. ചില അധിപതിമാരെ കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് മക്കൾ വേണ്ട. മക്കൾ വേണം കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ കാര്യം നോക്കാനായിട്ട് പറ്റുന്നില്ല, പിന്നെ പിള്ളേരുടെ കാര്യം നോക്കാനായിട്ട് മക്കൾ വേണ്ട. ഇനിയും വിവാഹം കഴിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനും ഏറെ വെല്ലുവിളികളുള്ള ഒരു കാലഘട്ടം. അന്നേരം നമ്മൾ കുടുംബമഹിമവും പിന്നെ പണത്തിന്റെ കാര്യങ്ങൾ പറയും, സ്ഥിര ജോലി വേണമെന്ന് പറയും, സൗന്ദര്യം വേണമെന്ന് പറയും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുമൂലം വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരെ എന്റെ ഈ പണ്ടത്തെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലേക്ക് കാണാനായിട്ട് സാധിക്കും. ചില യുവതിവാക്കന്മാരോട് സംസാരിക്കുമ്പോൾ വേണ്ട, ഞങ്ങൾക്ക് വിവാഹം വേണ്ട, ഒറ്റയ്ക്ക് വന്നു. എന്നാൽ സഭയായി ഇന്നത്തെ ദിവസം ഈ വിവാഹ കൂദാശയെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വിവാഹം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. കുടുംബം ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾ ഭൂമിയിൽ പെരുകുവിൻ എന്നാണ് വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിനകത്ത് പറയുന്നത്. ദൈവമനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് പറയുന്നത്, നിങ്ങൾ വർദ്ധിച്ച് പെരുകുവിൻ, ഈ ഭൂമിയിൽ നിറയുവിൻ എന്നാണ് പറയുന്നത്. അതിനകത്ത് തന്നെ ദൈവത്തിന്റെ സൃഷ്ടി ഉദ്ദേശമുണ്ട്. സൃഷ്ടി ഉദ്ദേശം എന്ന് പറയുന്നത് കോ-ക്രിയേഷൻ എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്ന സൃഷ്ടി പദ്ധതിയുടെ ഭാഗമായിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൂമിയെ സൂക്ഷിപ്പാനും കാപ്പാനും വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വമാണ് അങ്ങനെയുള്ള ജനത്തിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ദൈവം ഈ പ്രകൃതിയെ സൃഷ്ടിക്കുകയും ഇതിലെ സസ്യലതാദികളെയും അതുപോലെ പക്ഷിമൃഗാദികളെയും ഒക്കെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ച എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വലിയ പൂന്തോട്ടത്തെ, ഈ വലിയ തോട്ടത്തെ
സൂക്ഷിക്കുന്നതിന് കാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മനുഷ്യരാവശ്യമാണ്, മനുഷ്യ കുടുംബങ്ങൾ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളോടൊക്കെ വിവാഹത്തെ കുറിച്ച് അവർ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കണം. 8ാം ക്ലാസ് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കണം, നിന്നെ ഇത്ര വയസ്സാകുമ്പോൾ വിവാഹം കഴിപ്പിച്ചിരിക്കും എന്ന് പറയുന്നത് ഒരു പറയണം. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മക്കളോട് പറയാമോ, 8ാം ക്ലാസ് മുതലേ പറയും വിവാഹം കഴിപ്പിച്ചിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതിൽ ഒരുത്തി പറഞ്ഞു ഞങ്ങൾ വിവാഹം കഴിക്കത്തില്ല, ഞാൻ കഴിക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഇപ്പോൾ ഒരു താല്പര്യം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് റെഗുലർലി യു ടോക്ക് ടു ദം. കുഞ്ഞെ നീ വിവാഹം കഴിക്കാനുള്ളവനാണ്, അതിനെക്കുറിച്ച് പറയണം. അപ്പം സംസാരിക്കുമ്പോൾ ഒരുപാട് ആശങ്ക പറയാനുണ്ട്. വിവാഹം എല്ലാം പിന്നെ വേർപെട്ടു പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ലോകത്തിലുള്ള മനുഷ്യർക്ക് എല്ലാം രോഗം വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയും പോയിരിക്കും. വിമാനത്തെ കയറിയിട്ടുള്ള വിമാനം തകർന്നു പോയിട്ടുണ്ട്, ബസ് അടിച്ചു മറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരും ബസ്സക്കാരായിരിക്കും. ചാലഞ്ചസിനെ നേരിടുകയും അതിനെ അതിജീവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്, വലിയ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ അവരോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളെല്ലാം പ്രാർത്ഥിക്കും, പക്ഷെ ആ പറയില്ലേ ഈ കാര്യം. നമുക്ക് ഈ പിള്ളേർ വളർന്നു വരുന്നതിനനുസരിച്ച് ഇതെല്ലാം ഇച്ഛിക്കുകയാണ് നമ്മൾ പറയുന്നത്. അതല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തണം, നിങ്ങൾ വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ച് ഈ കുടുംബജീവിതത്തിന്റെ തുടർച്ചയുള്ള ഉണ്ടാവണം. അതിനവരെ എക്യൂപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അവരുടെ സ്വപ്നങ്ങൾ അൺറിയൽ ആണെങ്കിൽ റിയൽ ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കണം. അപ്പൊ നമ്മുടെ ഈ കേരളത്തിലെ പശ്ചാത്തലം എന്ന് പറയുന്നത് പെൺകുട്ടികൾ പഠിച്ച് ഭയങ്കര ഉന്നതത്തിലെത്തും. ഈ കുട്ടികളുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം എത്തിയാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു പോകുന്നതുകൊണ്ട് ഇനി എന്റെ ഡിഗ്രിക്ക് അനുസരിച്ച് കിട്ടിയെങ്കിലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ ഞങ്ങളുടെ മോളോട് നോക്കണം. അതായത് നീ PhD പോസ്റ്റ് PhD ഉണ്ടോ, പക്ഷെ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ നിന്റെ കല്യാണം എന്നൊക്കെ നടന്നു. അത് പറയാൻ നമുക്ക് പറ്റണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവരുടെ തലത്തിനനുസരിച്ച് കിട്ടാതെ വരും, പിന്നെ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം വിവാഹത്തെ കുറിച്ച്. അതുകൊണ്ട് വിവാഹത്തെ കുറിച്ച് 26ാമത്തെ വയസ്സിൽ നമ്മൾ മാട്രിമോണിയലിലല്ല കൊടുക്കേണ്ടത്. അവർ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ വീട്ടിലെ മാട്രിമോണിയലിനകത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. എന്നെങ്കിലേ ഈ കാര്യം ഇന്നത്തെ കാലത്ത് നടക്കും. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നമ്മുടെ കുട്ടികളെയും മനുഷ്യരെയും ഒരുക്കിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എന്റേതും നിങ്ങളുടേതുമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആദ്യം വേണം. വിവാഹത്തിനകത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതാണോ ഞാനിന്ന് നിങ്ങളോട് പറയേണ്ടത്. അല്ല അച്ഛനീ കുറെ ടീച്ചിങ് അറൗണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കാതെ കാര്യത്തിലേക്ക് വായിച്ചോ എന്ന് നിങ്ങൾക്ക് പറയുന്നു. എന്താണ് വിവാഹം? 3 കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ അവസാനം. ഒന്ന്, വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ്, വിടുക. ഈ വേദഭാഗത്ത് നമ്മൾ വായിച്ചത് 4ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞത് അപ്പനെയും അമ്മയും വിടും. ലീവ് യുവർ പേരൻസ്. ഇത് വിവാഹത്തിലെ പ്രധാനപ്പെട്ട വില്ലനാണ്. വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനാണ് ചിലരെ ഒന്നും വിട്ടുകൊടുക്കുകയില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ കാര്യമല്ല, ചെറുക്കനെ വിട്ടുകൊടുക്കുകയില്ല, മോനെ വിട്ടുകൊടുക്കുകയില്ല, മോന്റെ കാലയിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം തലയിടും. മോളെ വിട്ടുകൊടുക്കുകയില്ല, മോളെ സായിച്ചുമ്പോ പിടിച്ചോണ്ട് അമ്മ എല്ലാത്തിനും അതിന് തലയിടും. രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും പോകാനായിട്ട് വയ്യ, ഉടനെ ഒഴുകി കെട്ടി കാറെ വന്നിരിക്കും.
യു ലീവ്. വെറുതെ വിട്. അവര് പിന്നെ കൗമാരപ്രായത്തിൽ നടന്നപ്പോ യുവതി യുവാക്കന്മാരായിട്ട് നടന്നപ്പോ ജോലി കൊടുത്തിട്ടില്ല. കല്യാണം കഴിച്ചാലും ജോലി കൊടുത്തില്ല. ഞാൻ പറഞ്ഞ ഇവിടുത്തെ കാര്യം ഇവിടെ അവർ ജീവിക്കട്ടെ. ദാറ്റ് ഈസ് ദെയർ ലൈഫ്. ഇപ്പോഴത്തെ ഒരു വലിയ ട്രെൻഡാ. വിവാഹം നമ്മൾ കഴിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ രാജീവനാണ് ഒന്നിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സ്വത്ത് ഇവർക്ക് രണ്ടുപേർക്കായിട്ട് കൊടുക്കുകയാണ്. കുഞ്ഞു വെച്ചോണ്ടിരിക്കും. എത്രയോ വീട്ടിലെ കാര്യം അറിയാമോ? സ്വർണം കൊടുക്കും, പക്ഷെ അപ്പന്റെ അമ്മയുടെ ബാങ്കിലെ ലോൺ ചെയ്യും. പിള്ളേർ കിടന്ന് ഞെട്ടോടെ കൊടുക്കുക. പണത്തിന് വലിയ ബുദ്ധിമുട്ടാ. കയ്യിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇതെങ്കിലും വെച്ച് അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുക. വിട്ടുകൊടുക്കും. ചിലതൊക്കെ വിട്ടുകൊടുക്കണം, ചിലതൊക്കെ വിശ്വസിച്ച് വിട്ടുകൊടുക്കണം. അവരിവിടെ എന്ന് പിന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പോഴെ ആശങ്കപ്പെട്ട് ഒന്നും കൊടുക്കും. അവനവന് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നു. യു ലീവ്. ചിലതെല്ലാം നമ്മൾ ധൈര്യപൂർവ്വം വിട്ടുകൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. എന്നാൽ ഇവരുടെ ആരുടെയും ആത്മീയ കാര്യത്തിൽ നമ്മൾ ഇടപെടുകയും ഇടപെടുന്നത് അവിടെയാണ്. അവര് പള്ളിയിൽ പോയോ? നീയും ഭർത്താവും പള്ളിയിൽ പോയോ? നീയും ഭാര്യയും പള്ളിയിൽ പോയോ എന്ന് ചോദിക്കുകയല്ല. ഇത് നിങ്ങളോടാ പോയെ? ഇത് നിങ്ങൾ എവിടെയാ ഭക്ഷണം കഴിച്ചത്? എനിക്കൊരു കുടുംബത്തിനെ എനിക്കറിയാം. ഒരു ഫാമിലി പിന്നെ കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് അവർക്കൊരു കുഞ്ഞുണ്ടായി. അപ്പൊ ഈ കുഞ്ഞിനെ ഈ വല്യമ്മ ഇങ്ങ് ഏറ്റെടുത്തു പറഞ്ഞ് വീട്ടിലല്ല താമസിക്കുന്നത്. ഈ കുഞ്ഞുമായിട്ട് ഭയങ്കര കണക്ഷനായി, ഭയങ്കര സംസാരം, ഭയങ്കര ഇത് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം. ഇവിടെ ഇവരും കൂടെ എവിടെയും സിനിമയിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാം. വിട്ടുകൊടുക്കുക. ഉള്ളതിനെല്ലാം പരിഗണന. ഞാൻ പറഞ്ഞു വന്നത് വിവാഹം എന്ന് പറയുന്നത് ചിലതിനെല്ലാം ലീവ് ചെയ്യുന്നതാണ്. മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ വിവാഹം കഴിച്ചാൽ ലീവ് ദം. കുറച്ച് സ്വസ്ഥതയിലേക്ക് പോകും. അവരവരുടെ പാട്ടിൽ ജീവിക്കട്ടെ, അവർ ജീവിച്ച് പഠിക്കട്ടെ. യു ലീവ്. വിവാഹിതരായവരോട് എനിക്ക് പറയാനായിട്ടുള്ളത് യു ലീവ് യുവർ പേരൻസ്. ഈ ചിലരെ കണ്ടിട്ട് ചില ഒരു വാക്ക് പറയാൻ അവനൊരു പെൺകോന്തനാണ് എന്ന് പറയുന്ന പോലെ അമ്മക്കോന്തനാണ് പറയുന്നത്, അല്ലെ അച്ഛക്കോന്തനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെർമിഷൻ മേടിച്ചിട്ടേ പോകും. വലിയ നീ നിന്റെ ഭാര്യയ്ക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കുന്നതിന് ഈ പേരൻസിന്റെ അനുവാദം മേടിച്ചിട്ട് കൊടുക്കും. നിനക്ക് കാശുണ്ടായാൽ നീ മേടിച്ചു കൊടുക്ക. ഇനിയും ഭാര്യ എന്തെങ്കിലും ഭർത്താവിനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ വിളിച്ച് അവിടെ പറയേ ഞാൻ ഇന്നത് കൊടുത്തില്ലല്ലോ, എന്താ ആവശ്യത്തിന്. യു ലീവ്. വേണ്ടാത്ത ചില കാര്യങ്ങളെല്ലാം വിടണം. വിട്ടിട്ട് ഇത് ശക്തമായ ഒരു കുടുംബജീവിതത്തെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. വിവാഹത്തിന് മുമ്പ് നടക്കുന്ന പ്രീ മാരിറ്റൽ കൗൺസിലിംഗിനകത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാറുണ്ട്. ഈ ഇൻഡിവിജ്വൽ ആയിരിക്കുന്ന സമയത്ത് ഈ ഇന്റർനെറ്റിൽ കൂടെ കയറി വേണ്ടാത്തവർക്കും എല്ലാവരും സഞ്ചരിക്കും. ഇവിടുത്തെ കാര്യമല്ല ഇതൊന്നും ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ കാര്യമായിട്ട് നിങ്ങൾ പരിഗണിക്കരുത്. ഇത് ഞാൻ വേറെ കാര്യമാണ്. വേണ്ടാത്ത സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിക്കും. ആ സഞ്ചരിച്ച് അതിന്റെ ഇമേജസ് എല്ലാം കൂടെ തല വെച്ചിട്ടാണ് ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്. അന്നേരം ആ റിയാലിറ്റി മനസ്സിലാക്കുന്നത് അമ്പരാനെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലല്ലോ കാര്യം. യു ലീവ് ദോസ് തിങ്സ്. യു ലീവ് ദോസ് ഫ്രണ്ട്സ്. ചില മണവാളനും മണവാട്ടിക്കും ഒക്കെ ആവശ്യമില്ലാത്ത കുറെ കൂട്ടുകാരുണ്ട്. ഒരാവശ്യമില്ലാത്ത കൂട്ടുകാർ എന്തും ഏതും അവരോട് പറഞ്ഞേ പറ്റൂ. വിട്ടുകളയാൻ അതിനൊന്നും ഇവിടെ ആവശ്യമില്ല. ഇറ്റ് ഈസ് യുവർ ലൈഫ്. അതിനകത്തിൽ വേറെ ഒരുത്തൻ കയറി വരേണ്ട ഒരു കാര്യമേ ഇല്ല. വേറെ ഒരുത്തി കയറി വരേണ്ട ഒരു കാര്യമില്ല.
നിങ്ങൾക്ക് പൂർണ്ണ വിവാഹ ബന്ധത്തിനകത്ത് പല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിവാഹ ബന്ധം വന്നു കഴിഞ്ഞാൽ ലീവ് എവറിത്തിങ്, യു ബ്രേക്ക് ഇറ്റ്. അങ്ങനെ നമ്മൾ വേർപെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ വിവാഹം വലിയ ദുരിതമായി. ഇന്നത്തെ പല ഇഷ്യൂസിന്റെ പിന്നിലെ കാര്യങ്ങൾ നമ്മൾ ചെകഞ്ഞെടുത്തു കഴിഞ്ഞാൽ വേണ്ടതൊന്നും ലീവ് ചെയ്തിട്ടില്ല, ഇപ്പോഴും കൊണ്ടുപോകണം. മദ്യപാനമാകാം, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ. ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യം പറഞ്ഞ് എന്നു വെച്ചാൽ വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ ഇയാള് രാത്രി 11:30 വീട്ടിൽ പോകും. വിവാഹം കഴിച്ച പക്ഷെ ഇയാളെ വാങ്ങുന്നത് 8 മണിക്ക് വരാൻ നോക്കിയിരിക്കുകയാണ് ഈ കല്യാണം കഴിഞ്ഞ പെൺകൊച്ച്. ഇയാൾ വരുന്നത് 11:30 പറഞ്ഞത്. ആരെ കാണാൻ പോവാച്ചോ എന്നോട് ചോദിക്കും. ചുമ്മാ ഫ്രണ്ട്സിന്റെ കൂടെ പോയേക്കുക. എന്താ പറഞ്ഞിട്ട് അതുപോലെ തന്നെ സ്ത്രീ പെൺകുട്ടികളുണ്ട്. ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പ്. രണ്ടാമത്തെ ക്ലീൻ, പറ്റിച്ചേരാം. പറ്റിച്ചേരാൻ കാര്യമുണ്ട്. ക്ലീൻ ചെയ്യുക. എങ്ങനെയാണ് പറ്റിച്ചേരുന്നത്? ചില ബന്ധങ്ങളൊക്കെ വിട്ടെങ്കിൽ മാത്രമേ, ചില കാര്യങ്ങളൊക്കെ വിട്ടെങ്കിൽ മാത്രമേ പുതിയ ഒന്നിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് പറ്റുള്ളൂ. അടുപ്പം എന്ന് പറയാം. ക്ലീൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേരുക എന്ന്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അവർ രണ്ടല്ല, ഒരു ദേഹമാണ്. അതാണ് ക്ലീവിയ എന്ന് പറയുന്നത്. ഒട്ടിച്ചേരുക. നമ്മൾ പാട്ടുകാരൻ പറഞ്ഞില്ലേ, കാട്ടലിയുമായിരുന്ന ഞങ്ങളെ നല്ലൊരുവനോട് കൂടെ ഒട്ടിച്ചു ചേർന്നു. പറഞ്ഞാൽ ഒട്ടിച്ചു ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് മുഴുവൻ സ്വാംശീകരിക്കപ്പെടുന്നതാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. ഒട്ടിച്ചേരൽ എന്ന് പറയുന്നത്, പറ്റിച്ചേരൽ എന്ന് പറയുന്നത്. അപ്പൊ വാസ്തവത്തില് ഒരു ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനകത്തിൽ ഭാര്യയുടെ നല്ല ഗുണങ്ങൾ ഭർത്താവിൽ വേണം, ഭർത്താവിന്റെ നല്ല ഗുണങ്ങൾ ഭാര്യയിലേക്ക് വന്നിരുന്ന ഒരു ഒരു ഒട്ടിച്ചേരൽ. ഇനി അവർ രണ്ടല്ല, ഒരു ദേഹമാണ്. മാധ്യമസഭയിലെ അച്ഛന്മാരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് വീടുകളിൽ ഒരു പിരിവ് നടത്തുക. ഇവിടെ വരുന്നുണ്ട്, അടുത്ത ഉടനെ ഞാൻ വരുന്നുണ്ട്. പിരിവിന് അപ്പൊ ഞാൻ പലയിടത്തും പോയിട്ടുള്ളപ്പോൾ ഈ പിരിവിന് ചെയ്യുന്ന സമയത്ത് ഈ അച്ഛനായിരിക്കും മിക്കവാറും രണ്ടുപേരുണ്ടെങ്കിൽ പാകുക തുടങ്ങുന്നു. പണ്ടത്തെ കാലം, ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ കാലത്തെ ഈ കഥകളൊക്കെ അരക്കഥകളുണ്ട്. അരക്കഥകൾ. ഈ അമ്മ വന്ന് ഈ അരക്കഥയിൽ ഓർമ്മിക്കും. അച്ഛൻ അവിടെ എന്താ ചോർന്നേ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. അച്ഛൻ എത്ര എഴുതണം പറഞ്ഞാ നമ്മള് പേരായും ഈ അച്ഛൻ ഈ അമ്മയുടെ കണ്ണിലോട്ട് നോക്കിയിട്ട് പറയും, അച്ഛൻ 1000 രൂപ എഴുതിക്കോ. ഇതെങ്ങനെ സാധിക്കുന്നത് എനിക്കറിയാം. ഇതാണ് ആ പറ്റിച്ചേരൽ കൊണ്ട് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഹൃദയം അമ്മാമ്മയ്ക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് അമ്മാമ്മയുടെ ഹൃദയം അച്ഛനും മനസ്സിലായത്. ആ പറ്റിച്ചേരൽ അത് ഒറ്റ ദിവസം കൊണ്ട് പറ്റിച്ചേർന്നല്ല, അനേക ദിവസത്തെ ഇടപെടലുകൾ കൊണ്ട് പറ്റിച്ചേർന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ആലോചിച്ച് ഫസ്റ്റ് നിങ്ങളെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസത്തിലൊക്കെ ഒരു ചായ ഉണ്ടാക്കി കൊടുത്ത സമയത്ത് എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞു. എന്നാൽ ഇപ്പൊ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു കുറ്റവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചതാണ്. എന്റെ ഭാര്യ ആദ്യം തോരൻ ഉണ്ടാക്കിയ കാര്യം ഞങ്ങൾ തമ്മിൽ പറഞ്ഞു. എന്നാൽ ഇപ്പം തോരൻ ഉണ്ടാക്കിയ അതാണ് പറ്റിച്ചേരൽ. പറഞ്ഞാൽ ദിനത്തോടുമുള്ള അടുപ്പങ്ങളിലൂടെ ഒരാളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഇതാണ് ക്ലീവിംഗ് എന്ന് പറയുന്നത്, പറ്റിച്ചേരൽ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ചിലതിനെയെല്ലാം വിടുന്നതിന് വേണ്ടിയിട്ടാണ്, ചിലതിനോടെല്ലാം പറ്റിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അവർ ഒരു ദേഹം അത്രേ. ഭയങ്കരമായ ഒരു കോൺസെപ്റ്റ് അല്ലയോ?
ഒരു ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാ നമ്മളിപ്പോ ഇന്നത്തെ നിയമം എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ പങ്കാളിത്തം. എന്നിൽ കുറവുള്ളത് എന്റെ ഭാര്യ നികത്തുന്നു, എന്റെ ഭാര്യയിൽ കുറവുള്ളത് ഞാൻ നികത്തുന്നു. ഞാനാണ് ഏറ്റവും കൂടുതൽ മറവിയുള്ള മനുഷ്യൻ. വളരെ ഇറസ്പോൺസിബിളുമാണ് ഞാൻ, സത്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ എല്ലാവരും പറയുമ്പോൾ യേസ് പറയുന്നത് പ്രാർത്ഥന അപ്പൊ ചില സമയത്ത് ഞാൻ നിൽക്കക്കണ്ടില്ലാതെ വരുന്ന സമയത്ത് എന്നോട് പറയും, ഞാനോട് പറഞ്ഞിട്ടുള്ളൂ, അവരോട് പറയും ഞാനിപ്പോ അച്ഛന് വേണ്ടിയിട്ടുള്ള PR വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് ഒരു കുഴപ്പമുണ്ടാകുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്റെ ഭാര്യ അവിടെ ഇടവിൽ നിന്നിട്ട് പറയും, അയ്യോ അതിങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് ക്ലീവിംഗ് എന്ന് പറയുന്നത് ഇതാണ്, പറ്റിച്ചേരുക എന്ന് പറയുന്നത്. എനിക്ക് കുറവുള്ളത് മറ്റൊരാള് പൂരിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ പറ്റിച്ചേരൽ, ക്ലീനിങ് എന്ന് പറയുന്നത്. ചെന്നൈയിലെ ഒരു അങ്കിളുമായിരിക്കും, ചെന്നൈയിലെ ഈ അങ്കിളിന് 2 കണ്ണിനും കാഴ്ചയില്ല, ആന്റിക്ക് 2 കാലിൽ നടക്കാൻ പറ്റാതെ. പക്ഷെ ഈ അങ്കിളും ആന്റിയും എല്ലാ കല്യാണത്തിനും മാമോദീസായ്ക്കും ശവടക്കിനും വരും, പള്ളിയിൽ. അതെങ്ങനെയാണെന്നറിയാം, ഈ ആന്റിയെ ഈ വീൽ ചെയറിൽ കിട്ടും, ഈ അങ്കിള് കണ്ണ് കാണാത്ത അങ്കിള് കുന്തിക്കൊണ്ടുവരും. അങ്കിളിന്റെ കണ്ണ് ആന്റി, ആന്റിയുടെ കാല് അങ്കിളും. ദാറ്റ് ഈസ് ക്ലീനിങ്. അതാണ് ക്ലീനിങ്. അച്ഛനെ കണ്ണ് കാണാത്തതുകൊണ്ട് ഇനി എങ്ങും പോകണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നതല്ല. അച്ഛനെ കണ്ണ് കാണത്തില്ല, എനിക്ക് കാല് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എങ്ങും പോകുന്നില്ലെന്നല്ല, എനിക്ക് എല്ലായിടത്തും പോകണം. അച്ചായന്റെ എന്റെ കാലും ഞാൻ അച്ചായന്റെ കണ്ണുമായി തീരുന്നതാണ് ക്ലീനിങ്. ഇതാണെന്ന് പിന്നെ 2 കാര്യം പറഞ്ഞു വിവാഹത്തിന് നടന്നത്. 1 ലീവ്, 2 ക്ലീൻ, 3ാമത് ഒരു കാര്യം വീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുന്നി ചേരുക. അങ്ങോട്ട് 2 അതുകൊണ്ടാണ് ഈ പിന്നെ സഭാപ്രസംഗിക്കാൻ പറയുന്നത് മുപ്പിരിച്ചയർ അറ്റുപോയില്ല എന്ന് പറയുന്നത്. വീവ് ചെയ്ത് വെച്ചേക്കുക, ഇനി ആ പൊടിഞ്ഞു കളയാനുള്ളതില്ല. അതുകൊണ്ടാണ് ഈ 6ാമത്തെ വാക്യത്തിനകത്തിൽ യേശു കർത്താവ് പറയുന്നത്, ഇനി മനുഷ്യർ ഇവരെ വേർതിരിക്കരുത്, ഇവരെ അവസാനം വരെ ഓടിയാണ്. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അതായത് ഞാൻ ആദ്യം പറയാം, നമ്മൾ കല്യാണം കഴിച്ച് അയക്കുമ്പോഴേ നമ്മുടെ മനസ്സിന് ആശങ്കയാണ്, എന്നാൽ ഇത് തീർന്നു പോകുന്നത്, എന്നാൽ ഇത് തീർന്നു പോകുന്നത്. അങ്ങനെ നല്ല കോൺഫിഡൻസിലാണ് പോകേണ്ടത്. എന്തുവാ, ഇവര് ജീവിതാവസാനം വരെ ഒന്നിച്ചാണ് പോകുന്നത്. അവസാനം വരെ ഇവർ ഒന്നിച്ചു പോകണം. ഇത് വീവ് ചെയ്യേണ്ടതാണ്, നല്ല ബന്ധത്തിൽ പോകേണ്ടതാണ്, ഒട്ടിച്ചു ചേർന്ന് പോകേണ്ടതാണ്. അങ്ങനെ വീവ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഒരു സമൂഹത്തെ മാറ്റിയിരിക്കുന്നത്. നമ്മൾ ഈ കല്യാണത്തിന് ഈ ഉള്ള മനുഷ്യരെ എല്ലാം വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ കല്യാണത്തിന് നമ്മളെ വിളിച്ചുകൊണ്ട് മാത്രമല്ല. 4 ജോലിക്ക് ചില കല്യാണത്തിനൊക്കെ 1000-1500 500 കുറഞ്ഞ ഒരു കല്യാണമില്ല ആൾക്കാർ. എന്തിനാണ് മനുഷ്യരെല്ലാം വിളിക്കുന്നത്? ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞ് വിവാഹം നടത്തി കഴിഞ്ഞിട്ട് ഈ അച്ഛന് ഒരു പ്രസ്താവന, ഈ യോഗത്തിന് മുൻപാകെ എന്താ പറയുക, ഈ യോഗത്തിന് മുൻപാകെ ഹൃദയ വിചാരങ്ങളെ അറിയാത്തവന്റെ മുൻപാകെയല്ല, അറിയുന്നവന്റെ മുൻപാകെ മാത്രമേ നിങ്ങൾ നിൽക്കുന്നത് എന്ന് ഓർത്തുകൊള്ളൂ എന്നാണ് പറയുന്നത്. ഈ യോഗത്തിന്റെ മുൻപാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ മുൻപാകെ പറയാണ്, if you have issues, if you have challenges in your life, there is a community for you. നിങ്ങളുടെ പേരൻസ് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ സ്നേഹിത ബന്ധുക്കൾ എല്ലാവരും ഇവിടെ പങ്കുചേർന്നവരെല്ലാവരും കൂടെ നിങ്ങളെ വാസ്തവത്തിൽ ഹോൾഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു വലിയ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അത് കയറി നമ്മൾ തുരന്ന് വിസ്തൃതമാക്കി അതിനെ. ഞങ്ങളുടെ അമ്മയുടെ അമ്മ, വലിയമ്മ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കൊച്ചിലെ ഇതൊക്കെ പറയാം,
ഞങ്ങളുടെ അമ്മയുടെ വല്യമ്മ എന്നോട് പറഞ്ഞു, എന്റെ മോന്റെ വല്യപ്പൻ ഒരു അസാധ്യ മനുഷ്യനായിരുന്നു. ഈ വല്യപ്പന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വല്യപ്പന് ഉച്ചയ്ക്ക് കൊടുക്കുന്ന വൈകിട്ട് കൊടുക്കാൻ പറ്റില്ല ഭക്ഷണം. ഉച്ചയ്ക്ക് മീൻ കൊടുത്താൽ 2 മീൻ കൊടുത്താൽ 1 മീൻ തിന്നേച്ച് ഈ വല്യപ്പൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിന്റെ 2 പുറം ഉള്ളി വെക്കും. വൈകിട്ട് കൊടുക്കുക പിന്നെ ഈ ഓരോ സാധനം എടുത്ത് വരുന്നതിനൊക്കെ ഭയങ്കര കണക്ക്. പണ്ടൊരിക്കലും പറഞ്ഞ അച്ഛ മീൻ മേടിച്ചോണ്ട് വരും, മീൻ കൈവിട്ട് കൊടുത്തില്ല, കാലുകൊണ്ട് കാണിക്കും, ഇത്ര ഇടമോ വെച്ചിട്ടേക്കാ. അങ്ങനത്തെ ടീംസ് ഉണ്ടായിരുന്ന ഒരു കാലങ്ങളാണ്. അപ്പൊ ഈ ഞങ്ങളെ വല്യമ്മ സഹിക്കാൻ വയ്യാതെ എല്ലാം വാരി കെട്ടി നേരെ എലന്തൂരോട് പോകും. വല്യമ്മയോട് അപ്പൊ ചെന്നപ്പോ അവിടുത്തെ വല്യമ്മയുടെ അമ്മ പറഞ്ഞു, മോനെ മരമുണ്ടല്ലേ നിനക്ക് കാണാനുള്ളത്, അവിടെ കുഞ്ഞി കൊടുത്തിരിക്കാൻ പറ്റില്ല, നിന്നെ വിളിച്ചേക്കുന്നത് അവിടെ പോയിട്ടില്ല. ഒരു മരമുണ്ടല്ലേ നിനക്ക് കാണാനുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വല്യമ്മയുടെ അമ്മയ്ക്ക് ബോധമുണ്ടായിരുന്നു വീതിയുള്ളതാണ് ഇത്. ഇപ്പൊ ഇവളോട് നീ ഇവിടെ നിന്നേണ്ടി എന്ന് പറഞ്ഞാൽ അതോടുകൂടെ തെളിയുന്നു. പിന്നെ ഞാൻ തന്നെ കാണുമെന്ന് സംശയമാണ്. ഞാൻ അമ്മ ഉണ്ടായാലല്ലേ ഞാനോ? ഞാൻ ചെയ്തതിന് അന്ന് പറയുന്നു, ഞങ്ങളുടെ വല്യമ്മയുടെ അമ്മയ്ക്ക് ദൈവമേ നീ അത്ര ഒരു ബോധം കൊടുത്തല്ലോ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീവ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാം. സ്ട്രഗിൾസ് ആണ് there, challenges are there, യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ നമ്മൾ ഭയങ്കര ശ്രമപ്പെട്ട് ഇത് വീവ് ചെയ്തുകൊണ്ട് പോകും. ഞാൻ എന്റെ കാര്യം കുറിച്ച് വളരെയധികം എന്നെ എന്തും വേണ്ടി സഹിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലേഖാനും പ്രകാരം ഒക്കെ പലപ്പോഴും വിചാരിച്ചു എങ്ങനെ കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു ഒരുമിച്ചിരുന്നൊന്നും കഴിക്കാൻ. ഞാനത് വായ തീ പിടിച്ച പോലെ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് സ്ട്രഗിൾസ്, പ്രശ്നങ്ങൾ. ഞങ്ങളുടെ വീട്ടിലും കാര്യത്തിൽ ഞാൻ സംസാരിക്കും. ഹീറ്റഡ് ഡിസ്കഷൻസ് കാണാം. പിള്ളേരാണ് എന്റെ ഭാഗത്ത്. പക്ഷേ ഇതിനകത്തിലൂടെ ലീവ് ചെയ്ത് ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അപ്പനെ അമ്മയും കുറിച്ച് ഈ വെൺമണിക്കാരാണ്. വെൺമണിക്കാര് ജോർച്ചാനും കുഞ്ഞമാമെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, ഇണപ്രാക്കളെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. എന്ന് പറഞ്ഞാ വീട്ടിൽ മുഴുവൻ പ്രശ്നമാണ്. വലിയ ഹീറ്റഡ് ഡിസ്കഷനും വലിയ മാറ്റമൊക്കെ കേൾക്കാം. പക്ഷേ എവിടെ പോയാൽ രണ്ടുപേരും കൊടുക്കും. ദാറ്റ് ഈസ് ലീവിങ് എന്ന് പറയുന്നത്. നീ ഇല്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീയുമില്ല. ഈ വീവിങ് ആണ്. ആ വീവിങ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ, ഒരുമിച്ച് പോകുന്നതിലൂടെ, ഒരുമിച്ച് ചിന്തിക്കുന്നതിലൂടെ, ഒരുമിച്ച് പല കാര്യങ്ങൾ ഏർപ്പെടുന്നതിലൂടെ വീവ് ചെയ്ത് കൊണ്ടുപോകണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൊച്ചു പിള്ളേരും യുവാക്കന്മാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ 3 കൊച്ചു കാര്യങ്ങളാണ്. ഒന്ന്, യു ലീവ്. ചിലരെല്ലാം കുട്ടികളെ യു ക്ലീൻ, പറ്റിച്ചത്, ആൻഡ് യു വീവ് യുവർ ഫാമിലി വിത്ത് ഗോഡ് ആൻഡ് ഇൻ ദി കമ്മ്യൂണിറ്റി. അപ്പോഴാണ് ഇത് ദൈവം പ്രകടീകൃതത്തിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിവാഹം. അത്തരത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധം നമ്മുടെ എല്ലാ കുടുംബങ്ങളും നിലനിർത്താൻ നമുക്കിടയായി തീരട്ടെ. എന്നാൽ ഇതിനകത്ത് സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ചെയ്യും. ഞാനിതൊക്കെ വളരെ ആലങ്കാരികമായും വളരെ നർമ്മരസത്തോടെയും പറഞ്ഞു എന്ന് പറഞ്ഞാലും there are individuals who experience deep pain. അതിനകത്തുള്ള അവരുടേതല്ലാത്ത കാരണങ്ങളാണ് വേദന അനുഭവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ടാക്കാൻ തിരിച്ചറിവുണ്ട് എനിക്ക്. അവരെ കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ ആളല്ല, അവരെ മാറ്റി നിർത്താൻ ഞാൻ ആളല്ല. അവർക്ക് വേണ്ട കൂട്ടായ്മ, പരിഗണന നമ്മൾ കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അവർ ഉത്തമമായ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാണ് വൈവാഹിക ജീവിതം
നഷ്ടപ്പെട്ടു പോയ എല്ലാവരെയും ഓർക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. നമുക്ക് അവരെ കുറ്റപ്പെടുത്താനേ പറ്റുകയില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവർക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. അവരുടെ പേരൻസ് അനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെങ്കിൽ പൊതുവായ ഒരു വിവാഹ സങ്കല്പത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ വളരെ സ്നേഹപൂർവ്വം ഓർക്കണം. ഐ എം നോട്ട് ജഡ്ജിങ് എനി പേഴ്സൺ. അത് ഞാൻ ആളല്ല. അങ്ങനെയുള്ളവരെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉത്തമമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അവർ നയിച്ച് കർത്താവിനെ ബന്ധപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.